സ്വാഗതം ശ്രീമതി യമുന ദൈവത്താൾ. ലോകം മുഴുവൻ നമസ്തേ സർ. ശ്രദ്ധിക്കപ്പെടുന്ന മഹാകുംഭമേളയില് 5 ദിവസത്തെ സാന്നിധ്യമായിരുന്നു കഥാകൃത്തായ ശ്രീമതി യമുന. പറയാൻ നിരവധി അനുഭവങ്ങൾ ഉണ്ടാകാം. അവിടെ അനുഭവപ്പെട്ട പ്രത്യേക ഒരു ഒരു അനുഭൂതി ഉണ്ടല്ലോ താങ്കൾ അനുഭവിച്ചത്. 5 ദിവസം നിന്നപ്പോൾ തന്നെ കുംഭമേള യഥാർത്ഥത്തിൽ ഒരു വലിയ അനുഭവമായി മാറുകയല്ലായിരുന്നു? അതെ അതെ സാർ, ഞാൻ 5 പകലും 5 രാത്രിയും 6 പകലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വളരെയേറെ അനുഭവങ്ങൾ പ്രദാനം ചെയ്തൊരു സംഗമമായിരുന്നു അത്. ജീവിതത്തിലെ ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ആദ്യമായാണ് ഇത്രയും ആത്മീയമായ ഒരു തലത്തിലേക്ക് ഞാൻ എത്തുകയും 1 കോടിയിലധികം ജനങ്ങളെയാണ് ഒരു ദിവസം കാണാൻ സാധിച്ചത്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം കുംഭമേളയെ കുറിച്ച് പറയുമ്പോൾ എന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ കുംഭമേളയെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു കുംഭമേള വളരെ പ്രധാനമുള്ള 144 വർഷങ്ങൾ കൂടി വരുന്ന ഒരു കുംഭമേളയാണ്. അതായത് ഒരു കുംഭമേള നടക്കുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. അങ്ങനെയുള്ള 12 കുംഭമേളകൾ കഴിഞ്ഞു വരുന്ന ഒരു കുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു ഞാൻ. എന്റെ യാത്ര ഒരു ആത്മീയ വഴിയിലൂടെയായിരുന്നു. ഒരു മറ്റു പലതും കണ്ടെത്താൻ, ജീവിതത്തിന്റെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ നിരർത്ഥങ്ങൾ എന്താണെന്നൊക്കെ കണ്ടറിയാനും തിരിച്ചറിയാനും വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു. ശരിക്കും ഞാനൊരു സന്യാസിനിയെ പോലെയായിരുന്നു ആ തീരങ്ങളിലൂടെ സഞ്ചരിച്ചത്. അത് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്ക് പ്രദാനം ചെയ്യുകയും ഒരുപാട് സത്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തൊരു യാത്രയാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇനി 8 ദിവസത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ അങ്ങനെ പറയേണ്ടതാണ്. അതെ. അതായത് അപ്പം ഞാൻ രാവിലെയാണ് ഞാൻ എത്തുന്നത്. ഒരു 7 കിലോമീറ്ററോളം ഞാൻ നടന്നാണ് സംഗമ ഭൂമിയിലെത്താൻ എനിക്ക് സാധിച്ചത്. അത്രമാത്രം തിരക്കായിരുന്നു. അതിരാവിലെ മുതൽ കടുത്ത മഞ്ഞും പുകമഞ്ഞും തണുപ്പും ഒന്നും വകവയ്ക്കാതെ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ജനങ്ങളെയാണ് ഞാൻ കണ്ടത്. ഇത്രയേറെ ഭാരതീയരെ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു മഹാസംഗമം ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല, എങ്ങും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അത്രമാത്രം എല്ലാവർക്കും ഒരേ മനസ്സാണ്, ഒരേ ചിന്ത, ഒരേ ചലനങ്ങൾ. എന്നെ ഇതിൽ പ്രത്യേകം ആകർഷിച്ചത് ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് വന്നിട്ട് പോലും എങ്ങും ഒരിടത്തും ഒരു സംസാരമോ ബഹളമോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഉന്തള്ളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞത്. അത് എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് എപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇത്രയേറെ 1 കോടിയിലധികം ജനങ്ങളെയാണ് നമ്മൾ ഒരു ദിവസം കാണുന്നത്. അപ്പോൾ അത്രയും ജനങ്ങളെ സംരക്ഷിക്കുക, അവരെ നിയന്ത്രിക്കുക, അത് പ്രത്യേകമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം അവിടുത്തെ ഗവൺമെന്റിന് അത് ഗവൺമെന്റും പോലീസും ഇന്ത്യൻ സേനയും ഒക്കെ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. എല്ലാവരും അവിടെ ചെന്നതിന് ശേഷം അവിടെ അവിടെ നടത്തിയ ചടങ്ങുകളുടെ കാര്യങ്ങൾ ഏത് തരത്തിലാണ്? അവിടെ ചെല്ലുന്ന ഒരാൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്? അതിപ്പം നമ്മൾ പോകുന്ന ഒരാളുടെ മനസ്സാണ്. നമുക്ക് എന്താണ്, ഏത് ചടങ്ങിലേക്കാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. ഞാൻ സഞ്ചരിച്ചത് ഒരു ആത്മീയമായ വഴിയിലൂടെയാണ്. അപ്പൊ ഞാൻ ആ അതെ. വഴിയിലൂടെയാണ് അല്ല, കണ്ടെത്തിയത്. ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്ന ഓരോ ഭക്തനും അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ്, സ്നാനം അതുപോലുള്ള അതിന്റെ ഒരു ക്രമം അനുസരിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാം. അപ്പൊ സ്നാനം നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് സ്നാനം ചെയ്യാം. അതിരാവിലെയുള്ള സ്നാനമാണ് നല്ലത്. അതായത് സൂര്യോദയത്തിൽ ചെയ്യുന്ന സ്നാനം അത് വളരെ അർത്ഥവത്താണെന്നാണ് സങ്കല്പം. അപ്പൊ അതിരാവിലെ ഞാൻ പോകുക, പൂക്കൾ വാങ്ങുക, പിന്നെ പല സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ. ഗംഗാമയ്യായാണ്, മാതാവിനെയാണ്, അമ്മയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി പൂക്കളും പലരും നമുക്ക് വാങ്ങാം. അതെല്ലാം വാങ്ങി നമുക്ക് പൂമാല കഴുത്തിലണിയാം. അതൊക്കെ വാങ്ങി നമ്മൾ ഗംഗയിലെ കടുത്ത തണുപ്പിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആദ്യം നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞ് പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ആദ്യത്തെ തണുപ്പിലേക്ക് നമ്മൾ താഴ്ന്നു പോകുമ്പോൾ
നമുക്ക് പെട്ടെന്ന് ഗംഗയുടെ ചൂട് നമുക്ക് അനുഭവപ്പെടും. എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഗംഗയുടെ ചൂട് നമുക്ക് അനുഭവപ്പെടുകയും ആ ചൂടിൽ നിന്ന് നമ്മൾ ഉയർന്ന് മുകളിലേക്ക് സൂര്യനെ നോക്കുകയും ചെയ്യുമ്പോൾ അവാച്യമായ ഒരു അനുഭൂതി, ഒരു ജീവിതത്തിൽ ഈ ലോകത്തിന്റെ വളരെ ഊർജ്ജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ആ തണുപ്പും ഒന്നും അനുഭവപ്പെടില്ല. നമ്മൾ വീണ്ടും മുങ്ങുക, വീണ്ടും ഗംഗാ മാതാവിനെ സ്തുതിക്കുക, ഭഗവാൻ മഹാദേവനെ സ്തുതിക്കുക. അതിലൂടെ നമ്മൾ മുന്നിൽ നിവർന്നു കഴിയുമ്പോൾ ജീവിതത്തിലെ പാപങ്ങളും ഒക്കെ ഒഴുകിപ്പോകിയതായിട്ട് നമുക്ക് തോന്നും. പല രീതിയിലാണ് എല്ലാവരും, പല രീതിയിൽ നമുക്ക് നമസ്കരിക്കുന്നവരുണ്ട്. ഋഷിവര്യന്മാരുടെ സ്നാനം മറ്റൊന്നാണ്. അവർക്ക് ലോകത്തിന്റെ സുഖം, ലോകത്തിന്റെ ഭദ്രത, അത് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ നേരം സൂര്യനെ നോക്കുകയും വളരെ നേരം ഗംഗയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർ വളരെ ഉച്ചത്തിൽ ഹരഹര മഹാദേവ ശംഭു, ഗംഗാമയ്യ എന്ന് ഒച്ചത്തിൽ വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ സാധാരണമായ മനുഷ്യർ വരാറുണ്ട്, ഋഷികള്, മുനിമാർ. അവരൊക്കെ പല പല രീതിയിലാണ് നമ്മൾ സ്നാനം നടത്തുന്നത്. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നതായിട്ടാണ് ഈ എനിക്ക് തോന്നിയിട്ടുള്ളത്. സന്യാസിമാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടല്ലോ അവിടെ, അല്ലെ? അതെ, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് സന്യാസിമാരുടെ കൂട്ടം എന്ന് പറയുമ്പോൾ പല വിഭാഗത്തിലുള്ള സന്യാസിമാരെ നമുക്ക് കാണാൻ കഴിയും. അഘോരികളെ കാണാൻ കഴിയും, നാഗസന്യാസിമാരെ കാണാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ കാവ്യവസ്ത്രധാരികളായും ജടാധാരികളായും രുദ്രാക്ഷധാരികളും ആയ കുറെ പല രീതിയിലുള്ള സന്യാസിമാരെ നമുക്ക് കാണാം. അവരെല്ലാം പല പല വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഋഷിതുല്യന്മാരാണ്, അഘോരികളാണ്, അപാര തപശക്തിയുള്ളവരാണ്. അങ്ങനെ പലരുമാണ്. അവരുടെ എല്ലാ ആചാരങ്ങളും വ്യത്യസ്തമാണ്. അവര് വെള്ളത്തിലിറങ്ങി നൃത്തം ചെയ്യുന്ന ഒരു വിഭാഗം സന്യാസിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവര് അല്പവസ്ത്രധാരികളായ സന്യാസിമാരുണ്ട്, പൂർണ്ണനഗ്നരായ സന്യാസിമാരുണ്ട്. അവരാണ് ശരിക്കും നാഗസന്യാസിമാരെന്ന് പറയപ്പെടുന്നത്. അവർക്കാണെങ്കിൽ ഭൗതികമായ യാതൊന്നും ആവശ്യമില്ലാത്ത തലത്തിൽ ജീവിക്കുന്ന നാഗസന്യാസിമാരാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അവർക്ക് ഭൗതികമായ യാതൊന്നും ആവശ്യമില്ല. ഈ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ യാതൊന്നും അവർ സ്വീകരിക്കുന്നില്ല, യാതൊന്നും അവർക്ക് ആവശ്യമില്ല. അവർ ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു ദൈർഘ്യം എത്രയുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന നാഗസന്യാസിമാരാണ്. അവരാണ് ഈ കുംഭമേള ആദ്യം തുടങ്ങുന്നത്. ആദ്യം ഹിമാലയത്തിൽ നിന്നാണ് അവർ വരുന്നത്. അവർ വന്ന് ഈ കുംഭമേള തുടങ്ങി വെച്ചിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവരെ ചിലപ്പോൾ നമുക്ക് കാണാനും കഴിയും, ചിലപ്പോൾ കാണാതിരിക്കാനും കഴിയും. ചിലപ്പോൾ അവർ വസ്ത്രധാരികളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോൾ അവർ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. എനിക്ക് അനുഭവപ്പെട്ട ഒരു വസ്തുതയാണത്. പിന്നെ അതിരാവിലെ ഒരു ദിവസം അതിരാവിലെ ഒരു 7 മണിയുടെ പുകമഞ്ഞിൽ ഞാൻ പുറത്തേക്ക് ഗംഗാതീരത്തിലേക്ക് ത്രിവേണി സംഗമത്തിലേക്ക് തനിയെ നടന്നു പോകുമ്പോൾ അവിടെ ഒന്നും പുറത്തൊന്നും ആരെയും കണ്ടില്ല. വഴികളിലൊന്നും ആരുമില്ല. എല്ലാവരും എനിക്ക് തൊട്ടടുത്തുള്ള കാഴ്ച പോലും കാണാൻ പറ്റാത്ത അത്ര പുകമഞ്ഞില് ഞാൻ നോക്കുമ്പോൾ ഒരു സന്യാസി, അദ്ദേഹം ഒരു വലിയൊരു കമ്പളം പുതച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹം അടുത്തെത്തിയപ്പോൾ അദ്ദേഹം നഗ്നനായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹം ശരിക്കും ഞാൻ കണ്ടതാണ്. ഒരു കമ്പളം അദ്ദേഹം ചുറ്റി പുതച്ചേക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാനത് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആ ഒരു മനോഹര ദൃശ്യം ഞാൻ ഫോട്ടോ എടുത്തു. അപ്പൊ പക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നഗ്നനായിരുന്നു. അപ്പൊ അതൊരു അഘോര സന്യാസിയായിരുന്നു. ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു വിശിഷ്ട സന്യാസിയെ അടുത്ത് കാണുന്നത്. ഒരിക്കലും ഒരു അഘോര സന്യാസിയെ നമുക്ക് പെട്ടെന്നൊന്നും കാണാനും നമ്മളടുത്ത് സംസാരിക്കാനും പറ്റില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു, എന്റെ നെറുകയിൽ കൈവച്ചു, എന്നെ അനുഗ്രഹിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു. അപ്പം എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് എന്റെ നെറുകയിലും നെറ്റിയിലും തോളിലും ഒക്കെ അദ്ദേഹം വാരി തേച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി സ്നാനം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പുകമഞ്ഞിൽ മറഞ്ഞു പോയതായിട്ടായിരിക്കും എനിക്ക് തോന്നിയത്. ഞാൻ പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞില്ല. കാരണം അത് അങ്ങനെയാണ്. കാരണം നമ്മുടെ കണ്ണിൽ ഒരു നിമിഷം പ്രത്യക്ഷപ്പെടുകയും അടുത്ത നിമിഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ഒരു ശക്തി സ്വരൂപങ്ങളാണ് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കാണുകയും ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഗംഗയുടെ തീരത്തേക്ക് പോകുന്നു. ആ ത്രിവേണി സംഗമത്തിൽ വീണ്ടും വീണ്ടും ഒന്നുകൂടി സ്നാനം ചെയ്യാൻ, അതായത് അമൃതിൽ വീണ്ടും ഒന്നുകൂടി സ്നാനം ചെയ്യാൻ വേണ്ടി ഞാൻ ഗംഗയിലേക്ക് ഇറങ്ങുന്നു. ഞാൻ വീണ്ടും സ്നാനം ചെയ്യുന്നു.
ഞാനൊരു 3 പ്രാവശ്യം നല്ല കടുപ്പമുള്ള മഞ്ഞ്, നല്ല തണുത്ത് ഉറഞ്ഞ മഞ്ഞിലാണ് ഞാൻ സ്നാനം ചെയ്യുന്നത്. പക്ഷെ അത് എന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അപ്പം സ്നാനം കഴിഞ്ഞ് മുകളിലേക്ക് കയറി വരുമ്പോൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു നഗ്നനായ മറ്റൊരു സന്യാസി എൻ്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരികയാണ് ചെയ്തത്. എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ആ ചായ അദ്ദേഹം എനിക്ക് നേരെ നീട്ടി നിൽക്കുകയാണ്. ഞാൻ വല്ലാതെ സങ്കോചപ്പെട്ട് ഞാനത് വാങ്ങണോ, അദ്ദേഹത്തെ നോക്കണോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയണമോ, നമുക്കത് ചെല്ലാൻ പാടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, അങ്ങനെയൊക്കെ പല ചിന്തകളാണ് ഞാൻ ബുദ്ധിമുട്ടി പോയി. അപ്പോഴേക്കും ചുറ്റും ഏതാനും പേര് നിന്ന് അദ്ദേഹത്തെ തൊഴുകൈയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഴപ്പമില്ല. അപ്പോഴേക്കും അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു ഈ ചായ എന്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം എങ്ങോട്ടോ മറിഞ്ഞ് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു അനുഭവം. അപ്പൊ എന്റെ അടുത്ത് ആദ്യം കണ്ട സന്യാസി എന്നോട് പറഞ്ഞിരുന്നു, അഹോരി പറഞ്ഞിരുന്നു, രുദ്രാക്ഷം അണിഞ്ഞോളൂ, ഒന്നും കൂടി സ്നാനം ചെയ്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ്, ഹിന്ദിയിലാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് അദ്ദേഹം അപ്പം എന്റെ കയ്യിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ജലത്തിൽ രുദ്രാക്ഷം മുക്കി എടുത്തിട്ട് ആ രുദ്രാക്ഷമാല ഞാൻ അണിഞ്ഞു. അപ്പൊ എനിക്കൊരു ദീക്ഷ സ്വീകരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ തന്നെ എനിക്ക് ദീക്ഷ നൽകുന്നതായും എനിക്ക് അല്പമെങ്കിലും എന്നിലുള്ള അഹങ്കാരങ്ങളെല്ലാം ഒഴുകി പോകുന്നതായും എന്റെ എല്ലാ സങ്കടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായ ദുഃഖങ്ങളും ചിന്തകളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഒഴുകി പോകുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വളരെ പുതിയൊരു ജീവിതത്തിൽ പുതിയൊരു വെളിച്ചത്തിലേക്കാണ് ഞാൻ വന്നത്. പുതിയൊരു വെളിച്ചം എനിക്ക് എവിടെ നിന്നോ ലഭിച്ചു. പുതിയൊരു ചിന്തകൾ, പുതിയ ഈ ശക്തി, പുതിയ കുംഭമേളയില് മനസ്സ്. ഈ കുംഭമേളയില് അവിടെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ആദരവുണ്ടല്ലോ. താങ്കള് അങ്ങനെ ആ പൂഴിയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ പലതരത്തിലുള്ള അനുഭവം ഉണ്ടായല്ലോ. തീർച്ചയായും ഉണ്ടായി. അത് ഞാൻ വളരെ സംതൃപ്തയാണ്. കാരണം ഒരിക്കലും അങ്ങനെയുള്ളൊരു ഒരു സമീപനം പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അമൃതസ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ പകൽ മുഴുവൻ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അപ്പം വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴേക്കും ഒരു ഒരു സന്യാസി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അമ്മ മഞ്ഞ് പൊഴിയാൻ തുടങ്ങി, ഏതെങ്കിലും ആത്രയിലേക്ക് വിശ്രമിക്കൂ, ഏതെങ്കിലും ആത്രയിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പൊ അപ്പം അടുത്ത് കണ്ടൊരു ആശ്രയിലേക്ക് നടന്നു ചെന്നു. അപ്പോഴേക്കും അവിടുന്ന് ഒരു സന്യാസി ഓടി വന്നിട്ട് എന്നെ തൊഴുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്തിട്ട് എനിക്ക് അകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എനിക്ക് പെട്ടെന്ന് ചൂട് ചായ കൊണ്ടുവരികയും എനിക്ക് ഇരിക്കാൻ കമ്പളം വിരിക്കുകയും ഒക്കെ ചെയ്തു. മാതാ ഇരിക്കൂ, അമ്മ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചിരുത്തുകയാണ് ചെയ്തത് ആദ്യത്തെ ദിവസം. അത് എന്റെ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. എല്ലാ സ്ത്രീകളെയും മാതാവായിട്ട് കാണുകയും എല്ലാ സ്ത്രീകളെയും നമസ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പരസ്പരം എല്ലാവരെയും നമസ്കരിക്കുന്നു, എല്ലാവരെയും അമ്മയായിട്ട് കാണുന്നു, ബഹുമാനിക്കുന്നു. അത് തന്നെയാണ് ഈ കുംഭമേളയുടെ ഏറ്റവും വലിയൊരു ശക്തിയും ഏറ്റവും വലിയൊരു സത്യവും എന്ന് ഞാൻ കണ്ടറിഞ്ഞു. അവിടെ സ്ത്രീകളെല്ലാം അമ്മയാകുന്നു. അതിന് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു. അവിടെ വന്ന എല്ലാ ജനങ്ങളോട്. കാരണം എല്ലാവർക്കും സമത്വമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ, സമത്വമാണ്, സ്നേഹമാണ്, പരസ്പര ധാരണയാണ്, പരസ്പരം അറിയുകയാണ്. ഞാൻ ആരെന്ന് പോലും അവർക്കറിയില്ല, ഞാൻ എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയില്ല. പക്ഷെ അവരെന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് എന്നെ സ്വീകരിക്കുകയും എനിക്ക് കമ്പളം വിരിക്കുകയും എനിക്ക് ചൂട് ചായ തരികയും ഭക്ഷണം തരികയും ചെയ്തു. എന്റെ കാൽപാദങ്ങൾ നമസ്കരിക്കുന്നു, എനിക്ക് മുന്നിൽ നമ്മുടെ ശിരസ്കനായി എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്റെ അച്ഛന്റെ പ്രായമുള്ള പലരും എന്റെ കാൽക്കൽ വന്ന് തൊട്ട് തൊഴുതു. അപ്പോഴേക്കും എനിക്കൊരു വിഷമം തോന്നി. കാരണം അച്ഛന്റെ പ്രായമുള്ളവരാണല്ലോ, തെറ്റാണല്ലോ, പാപമാണല്ലോ. അപ്പൊ പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് മാറ്റിയത്. കാരണം ഞാൻ അമ്മയാണ് അവർക്ക്. അവരെന്നെ അമ്മയാണ്, മാതാവ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതെനിക്ക് മകനാണ്. അപ്പൊ ആ ഒരു അനുഭവം, ഒരു മകനോടെന്ന പോലെ എനിക്ക് സ്നേഹം തോന്നുകയും ഞാൻ 5 ദിവസം ആ ശിബിരത്തിൽ തങ്ങുകയും ചെയ്തു. ആ 5 ദിവസവും എനിക്ക് മാതാവിന്റെ പരിചരണവും സ്നേഹവും ബഹുമാനവും എല്ലാം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് ഞാൻ വളരെ സംതൃപ്തയാണ്. അത് ഈ കുംഭമേളയുടെ പ്രത്യേകതയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു, ഇത് വിളിച്ചോതുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുംഭമേളയുടെ. ഇത് ഈ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ ഈ മഹാകുംഭമേളയെ വലിയൊരു മഹത്തായ പിന്നെ സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. താങ്കൾക്കും അങ്ങനെ തന്നെ അതിനെ വിലയിരുത്താൻ കഴിയും. കാരണം അത് നേരിട്ട് 5 ദിവസം അനുഭവിച്ചറിഞ്ഞ ആളായതുകൊണ്ടല്ലേ. തീർച്ചയായും
അത് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം അതിലെ സമത്വമാണ്. സമത്വത്തിൽ അപ്പുറം ഒരു ശാന്തിയുണ്ട്. കാരണം ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് എന്നും ഒരു അപശബ്ദം ഒക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു ആരെങ്കിലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയൊന്നും നമുക്ക് എല്ലാവരും ഒരേ ശബ്ദമാണ്, ഒരേ മനസ്സാണ്, ഒരേ മനസ്സിലൂടെ സഞ്ചരിക്കുന്നു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. 1 കോടി ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു നദീതീരമാണെന്ന് നമുക്ക് തോന്നുകയില്ല. യാതൊരുവിധ ശബ്ദങ്ങളുമില്ല. മന്ത്രോച്ചാരണങ്ങൾ മാത്രം, സ്നേഹത്തിന്റെ ശബ്ദങ്ങൾ മാത്രം, അമ്മ എന്ന വിളി മാത്രം, അല്ലെ ജയ് ശ്രീറാം, അല്ലെങ്കിൽ ജയ് ജയ് മഹാദേവ ശംഭു, ജയ് ജയ് രാധേ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതല്ലാതെയും കച്ചവടക്കാർ ധാരാളമുണ്ട്. പൂമാല കച്ചവടക്കാർ, അങ്ങനെ പലതരം കച്ചവടക്കാർ ധാരാളമുണ്ട്. പക്ഷെ എല്ലായിടവും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സർവ്വസമത്വ ശാന്തതയാണ്. ഇതായിരിക്കാം വിദേശത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പോലും ഇതിൽ പങ്കെടുക്കാനും കാണാനും ശ്രദ്ധിക്കാനും പ്രചോദനമായത് അതുതന്നെയായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.